ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ആസ്പിരൻറ്റ് വിത്ത് SCRT. 10ാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ഒന്ന് ശ്രദ്ധിക്കുക. 2 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ജിയോഗ്രഫിയിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ 9ാം ക്ലാസ്സിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യൂണിറ്റ് 3യിലേക്ക് കടക്കാം. മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. നമ്മളിപ്പോൾ ഒരുവിധം എല്ലാ കാലാവസ്ഥാ മേഖലകളും നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹെഡിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. മഴക്കാടുകളിൽ നിന്നും, മഴക്കാടുകൾ കാണപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ് പറഞ്ഞു നോക്കിക്കോളൂ. ഏതാണ്? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ്. അവിടെ നിന്നും എങ്ങോട്ടേക്കാണ് ഈ യാത്ര? മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. ശൈത്യകാലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടണ്ട്ര മേഖല ഉരുകാത്ത നാട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൽ 2 കാലാവസ്ഥാ മേഖലകളെ കൃത്യമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള പഠനമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഭൂമധ്യരേഖയുടെയും ടണ്ട്ര മേഖലയുടെയും വിശദമായിട്ടുള്ള ഒരു പഠനം നമുക്ക് ഈ യൂണിറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, നമ്മളിപ്പോൾ 3ാമത്തെ പാഠത്തിലേക്ക് എത്തിച്ചേർന്നു. 1ാമത്തെയും 2ാമത്തെയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും 10ാം ക്ലാസ്സിലെ ഈ ഒരു പുതിയ SCRT എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഫാക്റ്റുകൾ ഉൾക്കൊള്ളുന്ന നല്ല ഒരു കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഒരിക്കലും പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാകുന്ന ഒന്നല്ല. പ്രത്യേകിച്ചും ജിയോഗ്രഫി എന്ന് പറയുന്നത് കുറച്ച് ടഫായി തോന്നുമെങ്കിലും നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടി കുറച്ച് സമയം നിങ്ങൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. യൂണിറ്റ് 3 മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. ഇന്നലെയാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും നര്യന്മാറിൽ ഞാൻ എത്തിച്ചേർന്നത്. പെച്ചോര നദിയുടെ തീരത്തുള്ള ഈ പട്ടണത്തിൽ എന്നെപ്പോലെയുള്ള ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരാറുണ്ട്. ഇവിടെ നിന്നും സൈബീരിയൻ ടണ്ട്ര പ്രദേശങ്ങളിലേക്ക് കാൽനടയായി സഞ്ചരിച്ച് അവിടുത്തെ സവിശേഷതകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടുന്ന പര്യവേഷണ സംഘത്തിന്റെ ലക്ഷ്യം. വർഷം മുഴുവൻ അതിശൈത്യം അനുഭവപ്പെടുന്നതും മഞ്ഞുമൂടി കിടക്കുന്നതുമായ ഈ പ്രദേശം കോങ്കോയിലെ കസായി പ്രവിശ്യയിൽ നിന്നുള്ള എനിക്ക് അത്ഭുതങ്ങളുടെ ലോകമാണ് തുറന്നു വച്ചത്. താരതമ്യേന ഏറ്റവും അധികം സൗരോർജം ലഭിക്കുന്ന ഭൂമധ്യരേഖ പ്രദേശത്ത് ജീവിക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് ധ്രുവപ്രദേശത്തോടടുത്തുള്ള ഒരു പ്രദേശത്ത് എത്തിച്ചേരുമ്പോഴും അവിടെയുള്ള കാഴ്ചകൾ കാണുമ്പോഴുമുള്ള അതിശയം എത്രയാണെന്ന് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. ഇരു പ്രദേശങ്ങളും തമ്മിലുള്ള സസ്യജന്തുജാലങ്ങളിലെ വൈവിധ്യം, ജീവിത രീതികളിലെ വ്യത്യാസം എന്നിവ കണ്ടറിയേണ്ട ഒന്നുതന്നെ. ടണ്ട്ര പ്രദേശങ്ങളിൽ താരതമ്യേന ഉയർന്ന താപനില അനുഭവപ്പെടുന്ന ജൂലൈ മാസത്തിൽ പോലും ശരാശരി താപനില 10 ഡിഗ്രി സെൽഷ്യസിനും താഴെയാണ്. ശൈത്യകാല താപനില -50 ഡിഗ്രി വരെ താഴാറുണ്ട്. വർഷം മുഴുവൻ ഉയർന്ന താപനില അനുഭവപ്പെടുന്ന എൻ്റെ നാടിനെക്കുറിച്ച് ഞാൻ അപ്പോൾ ഓർത്തുപോയി. കട്ടിയുള്ള രോമക്കുപ്പായങ്ങളും രോമത്തൊപ്പിയും ധരിച്ച് ഞങ്ങൾ ടണ്ട്ര പര്യവേഷണത്തിന് തയ്യാറായി. മത്സ്യം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പെൽമെനി എന്ന തനത് വിഭവമായിരുന്നു പ്രാതലിനോടൊപ്പം ഞങ്ങൾക്ക് ലഭിച്ചത്. കോങ്കോയിലെ മിക്കവാറും എല്ലാ വിഭവങ്ങൾക്കൊപ്പവും മരച്ചീനി ഉണ്ടാകും. വാഴയിലയിൽ വിളമ്പുന്ന വേവിച്ച മരച്ചീനിയായ ക്വാംക, മരച്ചീനി മാവ് കൊണ്ടുണ്ടാക്കുന്ന ഫൂഫു, മരച്ചീനി ഇല വേവിച്ചുണ്ടാക്കുന്ന വിഭവമായ സോംബെ എന്നിവയാണ് പ്രധാന മരച്ചീനി വിഭവങ്ങൾ. എൻ്റെ നാട്ടിലെ ഭക്ഷണരീതിയുമായി ഇവിടുത്തെ ഭക്ഷണരീതിയെ താരതമ്യം ചെയ്തപ്പോൾ അവയിലെ വൈവിധ്യം എന്നിൽ ഏറെ കൗതുകമുണർത്തി. ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ഒരു സഞ്ചാരി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും അവർ എങ്ങോട്ടാണ്? നര്യന്മാറിലേക്ക് എത്തിച്ചേരുന്നു. എവിടെയാണ് നര്യന്മാർ? നര്യന്മാർ എന്ന് പറയുന്ന സ്ഥലം റഷ്യയുടെ ഏറ്റവും അറ്റത്തായിട്ട് കാണപ്പെടുന്ന സ്ഥലമാണ്.
അതായത് ഉത്തരധ്രുവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലം നിങ്ങൾ ഈ മാപ്പിൽ കാണുന്നുണ്ടാവും. 60 ഡിഗ്രി നോർത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുകളിലായിട്ട് കാണപ്പെടുന്ന സ്ഥലമാണ് ഏത്? നരിന്മാർ എന്ന് പറയുന്നത്. അവിടെയാണ് ആര് എത്തിച്ചേർന്നിട്ടുള്ളത്? നമ്മുടെ ഇൻട്രഡക്ഷനിൽ പറയുന്ന സഞ്ചാരി എത്തിച്ചേർന്നിട്ടുള്ള സ്ഥലം. 2 മാപ്പും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ. കോങ്കോ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്. ഭൂമധ്യരേഖ കാലാവസ്ഥയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് നിന്നും, അതായത് അവിടെ ജീവിച്ചു വളർന്ന ഒരു വ്യക്തി ധ്രുവപ്രദേശത്തേക്ക് എത്തുമ്പോഴുള്ള സ്വാഭാവികമായിട്ടുള്ള അത്ഭുതങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത്. അവിടുത്തെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം, കാലാവസ്ഥയിലുള്ള വ്യത്യാസമൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഭൂമധ്യരേഖ പ്രദേശത്തുള്ള റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന രാജ്യത്തിലെ കസായി പ്രവിശ്യയിൽ നിന്നുള്ള ഒരു സഞ്ചാരി തൻ്റെ ടണ്ട്ര പര്യവേഷണത്തെക്കുറിച്ച് തയ്യാറാക്കിയ വിവരണത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. നമ്മൾ ഓൾറെഡി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലെ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെക്കുറിച്ച് നിങ്ങൾ മുൻ അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കിയല്ലോ. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ മറ്റൊരു കാലാവസ്ഥാ മേഖലയായ ടണ്ട്രയിൽ എത്തിച്ചേർന്നപ്പോൾ തൻ്റെ ചുറ്റുപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി അനുഭവക്കുറിപ്പിൽ രേഖപ്പെടുത്തിയത് കണ്ടില്ലേ? ഈ 2 മേഖലകളുടെയും കൂടുതൽ സവിശേഷതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അപ്പോൾ ഇവിടെ ടണ്ട്ര മേഖലയിലെയും അതുപോലെ തന്നെ ഭൂമധ്യരേഖ കാലാവസ്ഥയിലും കാണപ്പെടുന്ന വിവിധ മൃഗങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ഒരു അറ്റ്ലസിന്റെ സഹായത്തോടെ കോങ്കോ എന്ന പ്രദേശത്തിന്റെ സ്ഥാനവും നരിന്മാർ എന്ന പട്ടണത്തിന്റെ സ്ഥാനവും കണ്ടെത്തി അവ ഏതേത് കാലാവസ്ഥാ മേഖലകളിൽ ഉൾപ്പെടുന്നുവെന്ന് തിരിച്ചറിയൂ. നരിന്മാരുടെ ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോങ്കോ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ സ്ഥലമാണ്. അതായത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് കോങ്കോ എന്ന് പറയുന്നത്. ഓക്കെ. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകളെ പറ്റി നമുക്ക് ഇനി ചർച്ച ചെയ്യാം. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലകൾ ചിത്രീകരിച്ചിട്ടുള്ള ഭൂപടം ഇവിടെ നൽകിയിട്ടുണ്ട്. അറ്റ്ലസിന്റെ സഹായത്തോടു കൂടി ഏതെല്ലാം ഭാഗങ്ങളിലാണ് വൻകരകൾ അതുപോലെ തന്നെ രാജ്യങ്ങൾ കണ്ടെത്താൻ പറയുന്നുണ്ട്. ഓരോ വൻകരകള് അത് ഏതേത് അക്ഷാംശ രേഖകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയണം. ഓക്കെ. നോക്കൂ, തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, ആഫ്രിക്കയിലെ മധ്യ ആഫ്രിക്ക, ഇവിടെയാണ് കോങ്കോ സ്ഥിതി ചെയ്യുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഇത്രയും വരുന്ന രാജ്യങ്ങൾ. ഓക്കെ. ഈ മേഖല സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ വൻകരകളിലാണ്? നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? തെക്കേ അമേരിക്ക, ആഫ്രിക്ക, തെക്കു കിഴക്കൻ ഏഷ്യ. ഈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം പറയാം. അതുപോലെ തന്നെ ഏത് താപീയ മേഖലയിലാണ് ഈ കാലാവസ്ഥാ മേഖല സ്ഥിതി ചെയ്യുന്നത്? ഏകദേശം 5 അല്ലെങ്കിൽ 10 ഡിഗ്രി അക്ഷാംശ രേഖകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മേഖലകളാണ് ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇവ. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക തുടങ്ങിയ വൻകരകളിലെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അറ്റ്ലസിന്റെ സഹായത്തോടു കൂടി അവ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഏഷ്യയുടെ ഭാഗങ്ങളായി വരുന്നത് മലേഷ്യ, ശ്രീലങ്ക, സിംഗപ്പൂർ, വിയറ്റ്നാമിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ്. ഇന്തോനേഷ്യ ഓൾറെഡി അവിടെ കൊടുത്തതാണ്. ഓക്കെ. ആഫ്രിക്കൻ വൻകരയുടെ ഭാഗമായി വരുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഗാബൺ, കെനിയ, ക്യാമറൂൺ. തെക്കേ അമേരിക്കയുടെ ഭാഗമായി വരുന്നത് വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ്. ഓക്കെ. അത് ഭൂപടത്തിൽ രേഖപ്പെടുത്തി ഇങ്ങോട്ട് സൂക്ഷിക്കാനൊക്കെ പറയുന്നുണ്ട്. 10ൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യാം. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോക ഭൂപടത്തെ കുറിച്ച് നല്ലൊരു അറിവ് നൽകുന്ന പാഠഭാഗങ്ങളാണ് ഇതൊക്കെ തന്നെയും. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥാ മേഖല ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്? സൂര്യൻ ലംബമായി പതിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള സവിശേഷതകൾ അനുഭവപ്പെടുന്നത് കൊണ്ടുമാണ് ഈ മേഖല ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ.
ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സാമാന്യ ധാരണ നേടിയല്ലോ. ഇനി നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥയുടെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരേപോലെയാണ് എന്നതാണ് ഭൂമധ്യരേഖ കാലാവസ്ഥയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. അതെന്തുകൊണ്ടാണെന്ന് അറിയാലോ? ഭൂമധ്യരേഖയ്ക്ക് ലംബമായാണ് സൂര്യരശ്മികൾ പതിക്കുന്നത്. ഭൂമധ്യരേഖ പ്രദേശത്ത് കാലികമായും ദൈനികമായും താപനിലയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകാറില്ല. മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും ഏതാണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. മാസത്തിലെ ശരാശരി താപനിലയും വർഷത്തിലെ ശരാശരി താപനിലയും എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, ഭൂമധ്യരേഖാ പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാറില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സവിശേഷമായ കാലാവസ്ഥ ഇവിടെ അനുഭവപ്പെടുന്നതെന്നറിയാമോ? ഭൂമധ്യരേഖാ പ്രദേശത്ത് വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായാണ് പതിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഉയർന്ന അളവിൽ ഇവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശം വർഷം മുഴുവൻ ഉയർന്ന താപനിലയ്ക്ക് കാരണമാകുന്നു. തന്മൂലം ഈ പ്രദേശത്ത് ശൈത്യം പൊതുവെ അനുഭവപ്പെടാറില്ല. നിങ്ങൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് വരേണ്ട കാര്യം ഭൂമധ്യരേഖയ്ക്ക് ലംബമായിട്ടാണ് സൂര്യൻ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ സൂര്യന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു. അവിടെ ചൂടല്ലാതെ അല്ലെങ്കിൽ കൂടിയ താപനിലയല്ലാതെ മറ്റൊരു സവിശേഷതയും ഇല്ല എന്ന് നിങ്ങളുടെ മൈൻഡിൽ ഉടനടി വന്നിരിക്കണം. ഓക്കെ, വേനൽക്കാലങ്ങളിൽ അല്ലെ, ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ തന്നെ ഇപ്പൊക്കെ ഏതാണ് കൂടുതൽ വേനല്, നല്ല രീതിയിലുള്ള ചൂടുണ്ടാവും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വേനൽ മഴ നമുക്ക് ലഭിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞുള്ള മഴ നമുക്ക് ലഭിക്കാറുണ്ട്. വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഏകദേശം 175 സെന്റിമീറ്റർ മുതൽ 250 സെന്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ വാർഷിക മഴ. ഉയർന്ന താപനില, ഉയർന്ന ബാഷ്പീകരണ തോത് എന്നിവയാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ കനത്ത മഴയ്ക്ക് കാരണം. സംവഹന വൃഷ്ടി കൂടാതെ ചിലയിടങ്ങളിൽ ശൈലവൃഷ്ടിയും ലഭിക്കാറുണ്ട്. ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് ശൈലവൃഷ്ടി ലഭിക്കുന്നത്. ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വതമഴ എന്ന് പറയുന്നത് കടലിൽ നിന്നും കരയിലേക്ക് നീരാവിപൂരിതമായിട്ടുള്ള കാറ്റ് പ്രവേശിക്കുന്നു. ഇത് പർവ്വത ചെരുവുകളിൽ തട്ടി ഉയരുകയും അവിടെ ഘനീകരണത്തിലൂടെ മേഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നു. മഴമേഘങ്ങൾ രൂപീകൃതമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഉണ്ടാകുന്ന മഴയെ എന്തു പറയുന്നു? പർവ്വതമഴ എന്ന് പറയുന്നു. ശൈലവൃഷ്ടി എന്താന്ന് മനസ്സിലായല്ലോ? ഓക്കെ, നിർവാത മേഖലയിലെ വായു പ്രവാഹങ്ങളുടെ സംയോജനം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇവിടുള്ള നേരിയ ചക്രവാത വൃഷ്ടിക്കും ചിലപ്പോൾ കാരണമാവാറുണ്ട്. മിതോഷ്ണ മേഖലകളിലാണ് ചക്രവാത വൃഷ്ടി അഥവാ സൈക്ലോണിക് റെയിൻഫാൾ ഉണ്ടാകുന്നത്. അതായത് ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നു. ഇതാണ് ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ പറഞ്ഞതാണ്. അത് ഇവിടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ആവശ്യമുള്ളവരെ അത് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നിർവാത മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജം ലഭിക്കുന്നത് മൂലം ഭൂമധ്യരേഖയ്ക്ക് ഉടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. ഇവിടെ വായുവിന്റെ തിരശ്ചീന സഞ്ചാരം സാധ്യമാകുന്നില്ല. നല്ല ചൂടുള്ള സ്ഥലത്ത് എന്തുണ്ടാവില്ല? മർദ്ദം ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. ഈ മേഖല നിർവാത മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് വീശുന്ന വാണിജ്യവാദങ്ങളുടെ സംയോജന മേഖല കൂടിയാണിത്. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് കാറ്റ് വീശി വരാറുണ്ട്. അത് കൂടി യോജിക്കുന്ന സ്ഥലം കൂടിയാണ് ഏത്? ഡോൾഡ്രം അല്ലെങ്കിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്നത്. 0 ഡിഗ്രി നോർത്തും 0 ഡിഗ്രി സൗത്തുമാണ് ഏതായിട്ട് അറിയപ്പെടുന്നത്? നിർവാത മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നത്. എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഇവിടെ മൺസൂൺ കാലാവസ്ഥയിലേതുപോലെയോ സാവന്ന പ്രദേശങ്ങളിലുള്ളതുപോലെയോ ഒരു പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെടാറില്ല. അപ്പോൾ നമ്മുടെ പോലെയല്ല, നമുക്ക് മൺസൂൺ കാലാവസ്ഥാ മേഖലയാണ്. നമുക്ക്
അല്ലെങ്കിൽ മൺസൂൺ കാലാവസ്ഥയിൽ മാത്രമാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. എന്നാൽ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിനൊരു പ്രത്യേക സമയമില്ല, എല്ലാ മാസവും എന്ത് ലഭിക്കുന്നുണ്ട്? മഴ ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ 2 ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ വാർഷിക മഴയുടെയും താപനിലയുടെയും വിതരണക്രമമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉൾപ്പെടുന്ന 2 സ്ഥലങ്ങളിലെ മഴയുടെയും ശരാശരി താപനിലയുടെയും ഒക്കെ വിശകലനമാണ് ഗ്രാഫിലും പട്ടികയിലും കൊടുത്തിട്ടുള്ളത്. ഇടതുവശത്തായി പട്ടികയിൽ ഓരോ മാസത്തെയും വർഷണം ശരാശരി താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗ്രാഫിൽ ലെഫ്റ്റ് സൈഡിൽ വർഷണത്തിൻ്റെ അളവ് മില്ലിമീറ്ററിലും അതുപോലെ തന്നെ ഇടതുവശത്തായി ഡിഗ്രി സെൽഷ്യസിലെ താപനിലയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓറഞ്ച് നിറത്തിൽ കാണിച്ചിരിക്കുന്നത് മഴയുടെ അളവും നീല നിറത്തിൽ മുകളിലായി വരച്ചിരിക്കുന്നത് ശരാശരി താപനിലയുടെ അളവും ആണ്. കോലാലംപൂർ എന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗമായി വരുന്ന മലേഷ്യയിൽ ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ബൊഗോട്ട എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കൊളംബിയയുടെ ഭാഗമായി വരുന്ന സ്ഥലമാണ്. ഓക്കെ, കോലാലംപൂർ എന്ന് പറയുന്നത് 3 ഡിഗ്രി സെൽഷ്യസ് വടക്ക് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ബൊഗോട്ട എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് നോർത്ത് വടക്കായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടും ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലകളാണ്. അവിടുത്തെ ഒരു വർഷം അനുഭവപ്പെടുന്ന മഴയുടെയും താപനിലയുടെയും കണക്കുകൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് ഗോ ചെങ് ലിയോങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജിയോഗ്രഫി പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങളാണ് ഇവ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒരു ഗ്രാഫ് വിശകലനം അല്ലെങ്കിൽ പട്ടിക വിശകലനം ഒക്കെ ഉണ്ടാവും. ഇതുപോലെ 3 ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടാവും 3 മാർക്കിനാവും ചോദിക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മാർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 2 സ്ഥലങ്ങളിലെയും ഏറ്റവും ഉയർന്നതും ഏറ്റവും താഴ്ന്നതുമായ മാസിക ശരാശരി താപനില എത്ര? അപ്പോൾ താപനിലയാണ് കണക്കാക്കേണ്ടത്. ഈ നീല നിറത്തിലുള്ളതാണ് താപനില എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടിയ കോലാലംപൂരിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടിയ താപനില എത്രയാണ്? ഏത് മാസത്തിലാണ് താപനില ശരാശരി താപനില കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 6.3 മെയ് മാസത്തിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നോക്കുക, നമുക്ക് ഈ മെയ് മാസത്തിലെ കണക്കെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് പോകേണ്ടി വരും അല്ലേ? ഇങ്ങനെ ഒരു വര വരയ്ക്കേണ്ടി വരും. അപ്പോൾ എത്രയാണ് അളവ്? 26.3. കൂടിയ താപനില മെയ് മാസത്തിലാണ്. എത്രയാണ്? 26.3. കുറഞ്ഞ താപനില 25.1. ഡിസംബറിലും ജനുവരി മാസത്തിലാണ് 25.1 ശരാശരി താപനില അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ജനുവരിയിൽ അടയാളപ്പെടുത്താം. എത്രയാണ്? 25.1. ബൊഗോട്ടയിലെ ഏറ്റവും കൂടിയ താപനില അടയാളപ്പെടുത്തിയിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. എത്രയാണ് സെപ്റ്റംബർ മാസത്തിൽ? 13 ശരാശരി താപനില 13.3 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില എത്രയാണ്? 12.5. ഏത് മാസത്തിലാണ്? നവംബർ മാസത്തിൽ അല്ലേ? ഇവിടെയാണ്. എത്രയാണ്? 12.5. നോക്കി വെക്കുക കേട്ടോ. കൂടിയ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് കോലാലംപൂരിൽ മെയ് മാസത്തിലും കുറഞ്ഞത് ജനുവരി ഡിസംബർ മാസങ്ങളിലും. ബൊഗോട്ടയിൽ കൂടിയ താപനില അടയാളപ്പെടുത്തിയിരിക്കുന്നത് സെപ്റ്റംബറിലും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് നവംബറിലുമാണ്. രണ്ടാമത്തെ ചോദ്യം, ഓരോ സ്ഥലത്തെയും വാർഷിക താപാന്തരം എത്ര? എങ്ങനെയാണ് വാർഷിക താപാന്തരം കണക്കാക്കുന്നത്? നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ദൈനിക താപാന്തരം കണക്കാക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനിലയിലേക്കുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാർഷിക താപാന്തരമാണ്. ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഏത് മാസത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതിൽ നിന്നും ഏറ്റവും കുറഞ്ഞ അളവിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ? അപ്പോൾ തമ്മിലുള്ള വ്യത്യാസത്തെ വാർഷിക താപാന്തരം എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യണം? മെയ് മാസത്തിലെ ഏറ്റവും കൂടിയ താപനില 26.3 നിന്നും 25.1 വ്യത്യാസം കണക്കാക്കണം അല്ലേ? അപ്പോൾ എത്ര കിട്ടും?
1.2 ഡിഗ്രി സെൽഷ്യസ്. കോലാലംപൂരിലെ വാർഷിക താപാന്തരം എത്രയാണ്? 1.2 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ ബൊഗാട്ടയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള വാർഷിക താപാന്തരം നമ്മൾ എന്ത് ചെയ്യണം? 13.3 കൂടിയ താപനില, കുറഞ്ഞത് 12.5. എത്ര തന്നെയാണ് കിട്ടുക? 1.2 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ദൈനിക താപാന്തരം ഒന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഒരേ താപനില തന്നെയാണ് ഏകദേശം എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയത്തും രേഖപ്പെടുത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താപാന്തരം എന്ന് പറയുന്നത് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ്. ദിവസത്തെ ദൈനിക താപാന്തരം ആണെങ്കിൽ ആ ദിവസത്തിലെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം കാണുക. മാസത്തിലാണെങ്കിൽ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും വ്യത്യാസം കാണുക. മാസിക താപാന്തരം. വാർഷിക താപാന്തരം ആണെങ്കിൽ വർഷത്തിലെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം കാണുക. മൂന്നാമത്തെ ചോദ്യം, മഴ ലഭിക്കാത്ത മാസങ്ങളുണ്ടോ? ഇവിടെ മാസങ്ങളുടെ മഴയുടെ അളവ് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? മില്ലിമീറ്ററിലാണ്. കൂടുതൽ മഴ ലഭിക്കുന്ന മാസങ്ങൾ വേണമെങ്കിൽ നോക്കാം. കോലാലംപൂരിൽ നവംബറിലും ബൊഗാട്ടയിൽ ഏപ്രിൽ മാസത്തിലുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മഴ ഇല്ലാത്ത മാസങ്ങളില്ല, ദിവസങ്ങളില്ല. നമ്മൾ പറഞ്ഞതാണ് എല്ലാ ദിവസവും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മഴ പെയ്യുന്നുണ്ട്. ഉയർന്ന താപനിലയും നേരിയ താപാന്തരവും വർഷം മുഴുവൻ മഴയും ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് ബോധ്യമായില്ലേ? എന്താണ് ഭൂമധ്യരേഖ കാലാവസ്ഥയുടെ പൊതുവായ സവിശേഷതകൾ? ഉയർന്ന താപനില, നേരിയ താപാന്തരം, വർഷം മുഴുവൻ മഴ ലഭിക്കുന്ന പ്രദേശം. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമായ കിളിമഞ്ചാരോ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടുമുടിയാണ്. കിളിമഞ്ചാരോ പർവ്വതത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 5895 മീറ്ററാണ്. നമുക്കറിയാം, ഓരോ മീറ്റർ ഉയരത്തിനനുസരിച്ച് 6.5 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്? താപനില കുറയുന്നുണ്ട്, ചൂട് കുറയുന്നുണ്ട്. അപ്പോൾ ഈ 5895 മീറ്റർ ഉയരത്തിലുള്ള ഈ പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് താപനില ഉണ്ടാവില്ല, ചൂട് രേഖപ്പെടുത്തുന്നുണ്ടാവില്ല, ഏറ്റവും തണുത്ത അന്തരീക്ഷമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മഞ്ഞിനാൽ മൂടപ്പെട്ട് ഈ പർവ്വതം ഉള്ളത്. കിളിമഞ്ചാരോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? വൈറ്റ് മൗണ്ടെയിൻ എന്നാണ്. ക്ലിയർ? ഉയർന്ന ആർദ്രത, തീവ്രമായ സൂര്യപ്രകാശം, അത്യുഷ്ണം എന്നിവ കാരണം പകൽ സമയത്ത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണുള്ളത്. എന്നാൽ തീരപ്രദേശങ്ങളിൽ കടൽക്കാറ്റുകളുടെ സ്വാധീനം അത്യുഷ്ണത്തിന് ആശ്വാസമേകുന്നു. ഇത് തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജനവാസം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. ഉയർന്ന ആർദ്രത, തീവ്രമായ സൂര്യപ്രകാശം, അത്യുഷ്ണം എന്നിവ കൊണ്ട് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല അസഹനീയമാണ്. എന്നാൽ തീരപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥയിൽ നിന്ന് നേരിയ മാറ്റമുണ്ട്. അതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ ഭൂമധ്യരേഖാ ഭാഗത്തുള്ള തീരപ്രദേശങ്ങളിലാണ് ആളുകൾ കൂടുതലായി താമസിക്കുന്നത്. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്യുക. എന്താണ്? നമ്മുടെ കേരളത്തിൽ തീരപ്രദേശമാണ്, കടലും ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മിതമായി നിലനിർത്താൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വർഷം മുഴുവൻ ലഭിക്കുന്ന ശക്തമായ മഴയും ഉയർന്ന താപനിലയുമാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ കാലാവസ്ഥയുടെ പ്രധാന സവിശേഷത. നമ്മൾ മൺസൂൺ കാലാവസ്ഥാ മേഖലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വർഷം മുഴുവൻ എന്തില്ല? ശക്തമായ താപനിലയില്ല. നമുക്ക് എന്താണ്? മൺസൂൺ ഉണ്ട് അല്ലേ? 2 തരത്തിലുള്ള മൺസൂൺ ലഭിക്കുന്നുണ്ട്, മഴക്കാലം ലഭിക്കുന്നുണ്ട്. നമുക്കിതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിലാണുള്ളത്. ഈ പ്രദേശത്ത് ഉയർന്ന താപനിലയും ശക്തമായ മഴയും സസ്യജാലങ്ങളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. ആഗോള പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ നിർണായക പ്രാധാന്യമുള്ള ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വൈവിധ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഗിനിയയുടെ തീരങ്ങളിൽ രാത്രികാലങ്ങളിൽ വീശുന്ന ഹർമാറ്റൻ എന്ന പ്രാദേശികവാദം അവിടുത്തെ താപനില കുറയ്ക്കുന്നുണ്ട്. നമ്മൾ പ്രാദേശികവാദങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാദേശികമായി വീശുന്ന കാറ്റുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എന്തു പറഞ്ഞിട്ടുണ്ട്? ഹർമാറ്റൻ, ഡോക്ടർ ഹർമാറ്റൻ എന്ന് വിളിക്കുന്ന ഈ കാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ താപനിലയിൽ ഗണ്യമായ മാറ്റം കൊണ്ടുവരുന്ന കാറ്റുകളാണ് ഏത്? ഹർമാറ്റൻ എന്ന് പറയുന്നത്.
നൈസർഗിക സസ്യജാലങ്ങൾ. ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഈ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത. തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായ് ഉപദ്വീപ്, ന്യൂ ഗിനിയ എന്നിവിടങ്ങളിലായി ഈ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ നമ്മൾ ആമസോൺ തടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആമസോൺ കാടുകൾ അല്ലേ, ആമസോണിൻ്റെ ചുറ്റുമായി നിൽക്കുന്ന ഈ നിത്യഹരിത വനങ്ങൾ എവിടെയൊക്കെയാണ് വ്യാപിച്ചിരിക്കുന്നത്? തെക്കേ അമേരിക്ക, മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായ് ഉപദ്വീപ്, ന്യൂ ഗിനിയ. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ സെൽവാസ് എന്നാണ് വിളിക്കുന്നത്. ഈ കാലാവസ്ഥാ മേഖലയിൽ വിത്തുകൾ മുളയ്ക്കുന്നതിനോ പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഇല പൊഴിക്കുന്നതിനോ സസ്യങ്ങൾക്ക് ഒരു പ്രത്യേക കാലമില്ല. എല്ലായ്പ്പോഴും എന്താണ്? പൂക്കുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും നടക്കാം. വർഷം മുഴുവൻ ഇത്തരം പ്രക്രിയകളാൽ ഇവിടുത്തെ കാടുകൾ സജീവമാണ്. അതിനാൽ അവ നിത്യഹരിതമായി കാണപ്പെടുന്നു. ഈ കാടുകളെ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങളെന്നും വിളിക്കാറുണ്ട്. ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? ഇവിടെ സവിശേഷതകളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? ഏബണി, മഹാഗണി, സിൻഗോണ, റോസ്ഫുൾ എന്നിങ്ങനെയുള്ള വൻമരങ്ങൾ ഉൾപ്പെടെ ധാരാളം വ്യത്യസ്തങ്ങളായ നിത്യഹരിത വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ കാണപ്പെടുന്നു. വൻമരങ്ങളെ കൂടാതെ ചെറുപനകൾ, ലിയാനാസ് പോലുള്ള വള്ളിച്ചെടികൾ, മരവാഴകൾ പോലുള്ള എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങൾ, പരാത സസ്യങ്ങൾ എന്നിവയൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യവർഗ്ഗങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്നുവെന്നാണ് ഈ മഴക്കാടുകളുടെ മറ്റൊരു പ്രത്യേകത. മലേഷ്യൻ മഴക്കാടുകളിൽ ഒരു ഏക്കറിൽ 200-ൽ അധികം സസ്യവർഗ്ഗങ്ങൾ വരെ കാണപ്പെടുന്നുവെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. സൂര്യപ്രകാശ ലഭ്യതയ്ക്കനുസരിച്ച് സസ്യങ്ങളിൽ ഉയരവ്യത്യാസം കാണപ്പെടുന്നു. വൃക്ഷങ്ങളുടെ ഉയരവ്യത്യാസമനുസരിച്ച് അവയുടെ വൃക്ഷത്തലപ്പുകൾ പല തട്ടുകളായുള്ള മേലാപ്പുകൾ സൃഷ്ടിക്കുന്നു. കോങ്കോ തടത്തിലെ മഴക്കാടുകളുടെയും ആഫ്രിക്കയിലാണ്. അതുപോലെ തന്നെ ആമസോൺ നദിയും ആമസോൺ തടത്തിൻ്റെയൊക്കെ മഴക്കാടുകളുടെയൊക്കെ ചിത്രങ്ങൾ. ഓക്കെ, ചിത്രം നിരീക്ഷിച്ച് സസ്യങ്ങളുടെ ഉയരക്രമത്തിനനുസരിച്ച് അവ തീർത്തിട്ടുള്ള മേലാപ്പുകൾ തിരിച്ചറിയും. അതായത് മഴക്കാടുകളാണ്, വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങളുണ്ട്, അവരുടെ ഉയരം അതിനനുസരിച്ച് നമ്മളിങ്ങനെ തട്ടുകളായി തിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 150 അടി വരെ ഉയരുന്ന വൃക്ഷങ്ങളുണ്ട്. ഇവയെ ഉപരിപാളി എന്നാണ് അറിയപ്പെടുന്നത്. 60 അടി മുതൽ 150 അടി വരെയുള്ള വൃക്ഷങ്ങൾ ഉപരിപാളി എന്നും 30 അടി മുതൽ 60 അടി വരെ ഉയരത്തിലുള്ള വൃക്ഷങ്ങളെ മധ്യപാളി എന്നും കീഴ്പാളിയായിട്ട് 30 അടിക്ക് താഴെയുള്ള വൃക്ഷങ്ങളുടെ ഉയരത്തിനെ കീഴ്പാളിയായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഇവിടങ്ങളിലെ നിത്യഹരിത വനങ്ങളിലെ വൃക്ഷങ്ങളുടെ വിവിധ ഉയരത്തിനനുസരിച്ച് ഇത്തരത്തിൽ 3 പാളികളായി തിരിച്ചിരിക്കുന്നു. വലിയ അളവിൽ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഈ നിത്യഹരിത മഴക്കാടുകൾ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ പലയിടങ്ങളിലും സ്ഥാനമാറ്റ കൃഷിക്കായി വനം വെട്ടിത്തെളിക്കാറുണ്ട്. ഇത്തരം പ്രദേശങ്ങൾ കൃഷിക്ക് ശേഷം പിന്നീട് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവിടങ്ങളിൽ മറ്റൊരു വനം രൂപമെടുക്കാൻ തുടങ്ങുന്നു. ഇത്തരത്തിൽ വളരുന്ന ദ്വിതീയ വനങ്ങളെ മലേഷ്യയിൽ ബെലുക്കാർ എന്ന് അറിയപ്പെടുന്നു. തീരപ്രദേശങ്ങളിലും ഉപ്പുരസമുള്ള ചതുപ്പുനിലങ്ങളിലും കണ്ടൽ കാടുകളും കാണപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുനം കൃഷി അല്ലേ, കാട് വെട്ടി തെളിച്ച് തീയിട്ട് കൃഷി തുടങ്ങുന്നു. അങ്ങനെ അവർ ആ സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു പ്രദേശത്തേക്ക് മാറുന്നു. അപ്പോൾ അവിടെ പുതിയ മരങ്ങൾ ഉണ്ടാവുകയും അതൊരു മറ്റൊരു വനമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ ദ്വിതീയ വനങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് മലേഷ്യയിൽ അറിയപ്പെടുന്ന പേരാണ് ബെലുക്കാർ. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ സസ്യജാലങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഇനി നമുക്ക് ഈ മേഖലയിലെ ജന്തുവൈവിധ്യത്തെ പറ്റി ചർച്ച ചെയ്യാം. ജന്തുവൈവിധ്യത്താൽ സമ്പന്നമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഇവിടുത്തെ കാലാവസ്ഥ പ്രത്യേകതകൾ മൂലം മിക്കവാറും ജീവികൾ മരങ്ങളിലാണ് ജീവിക്കുന്നത്. ഇത്തരത്തിൽ മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ അർബോറിയൽ ജീവികൾ എന്നാണ് വിളിക്കുന്നത്. മരങ്ങളിൽ ജീവിക്കുന്ന ജീവികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അർബോറിയൽ ജീവികൾ എന്നാണ് അറിയപ്പെടുന്നത്. നിബിഡമായ ഈ മഴക്കാടുകളുടെ ഉള്ളിലേക്ക് മതിയായ സൂര്യപ്രകാശം എത്തിച്ചേരാത്തതിനാൽ അടിക്കാടുകൾ വളരുന്നില്ല. അതിനാൽ നിലത്ത് ജീവിക്കുന്ന സസ്യഭോജികളായ മൃഗങ്ങൾ പൊതുവെ ഇവിടെ കാണപ്പെടാറില്ല.
അവയെ ഭക്ഷണമാക്കി ജീവിക്കുന്ന മാംസഭോജികളും ഇവിടെ തീരെ കുറവാണ്. ഇനി അവിടെയുള്ള വിവിധ മൃഗങ്ങൾ അല്ലേ, ഒറങ്ങർ കുരങ്ങുകൾ, എമറാൾഡ് ഡിപ്പോത്ത, കിങ്കജു, ലീമറുകൾ, ഇവയൊക്കെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അർബോറിയൽ ജീവികൾ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? മരങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങൾ. ലീമറുകൾ, ആൾക്കുരങ്ങുകൾ, ഒറാങ്ങൂട്ടൻ, മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഉരഗങ്ങൾ, നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ വ്യത്യസ്ത ഇനം ജന്തുജാലങ്ങളും തത്ത, ടുക്കാൻ, വേഴാമ്പൽ എന്നിങ്ങനെ ധാരാളം പക്ഷിവർഗങ്ങളും ഈ മേഖലയിൽ കാണപ്പെടുന്നു. വൈവിധ്യങ്ങളായിട്ടുള്ള വിവിധ തരത്തിലുള്ള സസ്യങ്ങളും ജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന വനങ്ങളാണ് ഏത്? ആമസോൺ തടം, അതുപോലെ തന്നെ കോങ്കോ തടങ്ങൾ, ഇവയൊക്കെ എന്ന് മനസ്സിലാക്കുക. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ ഭൗതിക സവിശേഷതകളെ കുറിച്ചുള്ള വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി അവിടുത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മൂലം പൊതുവെ ഈ മേഖലയിൽ ജനവാസം കുറവാണ്. ആഫ്രിക്കയിലെ പിഗ്മികൾ, ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്രവിഭാഗക്കാർ, മലേഷ്യയിലെ ഒറാങ് അസ്ലി ഗോത്രവിഭാഗക്കാർ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ഈ മേഖലയിലെ പ്രധാന തദ്ദേശവാസികൾ. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ജീവിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആരാണ് പിഗ്മികൾ? ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോങ്കോ തടം ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തദ്ദേശീയരാണ് പിഗ്മികൾ. താരതമ്യേന ഉയരം കുറഞ്ഞവരാണ് ഇക്കൂട്ടർ. പിഗ്മികൾ പരമ്പരാഗതമായി വേട്ടയാടുന്നവരാണ്. ഉപജീവനത്തിനായി വനത്തെ വളരെയധികം ഇവർ ആശ്രയിക്കുന്നു. പഴങ്ങൾ, പരിപ്പ്, തേൻ, മറ്റ് വനവിഭവങ്ങൾ എന്നിവയും ഭക്ഷണത്തിനായി ശേഖരിക്കാറുണ്ട്. മാംസം, മത്സ്യം, വേരുകൾ, പഴങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഇവരുടെ ഭക്ഷണക്രമം. നാടോടി ജീവിതശൈലിയാണ് പിന്തുടരുന്നത്. ഇലകൾ, മരച്ചില്ലകൾ തുടങ്ങിയ വസ്തുക്കളാൽ നിർമ്മിച്ച ചെറിയ താൽക്കാലിക കുടിലുകളിലാണ് ഇവർ പലപ്പോഴും താമസിക്കുന്നത്. പിഗ്മികൾ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതും കൂട്ടായിട്ടാണ്. പരമ്പരാഗതമായ തനത് ആചാരങ്ങൾ പാലിക്കുന്നവരാണ് പിഗ്മികൾ. പരിസ്ഥിതിയെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പല വിശ്വാസങ്ങളും നിലകൊള്ളുന്നത്. തനത് സംഗീതം, നൃത്തം, താളവാദ്യങ്ങൾ എന്നിവ ഇവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പിഗ്മികളെ നോക്കിക്കോളാം കേട്ടോ. അതായത് പിഗ്മികൾ ആഫ്രിക്കയിലെ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങളാണ്. വനവുമായി ഏറ്റവും അടുത്ത് ജീവിക്കുന്നവരാണ് ആര്? പിഗ്മികൾ എന്ന് പറയുന്നത്. മുഖ്യമായും വനങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാർ മൃഗങ്ങളെ വേട്ടയാടിയും വനങ്ങളിൽ നിന്നും കായ്കനികൾ ശേഖരിച്ചും മത്സ്യബന്ധനം നടത്തിയും ജീവിതം പുലർത്തുന്നു. ഇവിടെ നിലനിൽക്കുന്ന പരമ്പരാഗത കൃഷിരീതിയാണ് സ്ഥാനമാറ്റ കൃഷി അഥവാ വെട്ടിച്ചുട്ടു കൃഷി. കാട് വെട്ടിത്തളിച്ചും ചുട്ടരിച്ചും കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്യുന്നു. പ്രദേശത്തിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നതുവരെ കൃഷി തുടരുന്നു. അതിനുശേഷം ആ പ്രദേശം ഉപേക്ഷിച്ച് മറ്റൊരു വനപ്രദേശം തേടിപ്പോകുകയും ഇതേ രീതിയിൽ കൃഷി തുടരുകയും ചെയ്യുന്നു. മരച്ചീനി, ചേന, ചോളം, വാഴ, നിലക്കടല എന്നിവയാണ് പ്രധാന വിളകൾ. വെട്ടിച്ചുട്ട് കൃഷിയുടെ രീതി അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ടുള്ള വിളകൾ ഏതൊക്കെയാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. യൂറോപ്യന്മാരുടെ വരവോടെ ഈ മേഖലയിൽ വ്യാപകമായി തോട്ട വിളകൃഷി ആരംഭിച്ചു. ഇവിടുത്തെ കാലാവസ്ഥാ സവിശേഷതകൾ വ്യാവസായിക പ്രാധാന്യമുള്ള പല വിളകൾക്കും ഏറെ അനുകൂലമാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിളകളിലൊന്നാണ് റബ്ബർ. അപ്പോൾ റബ്ബർ തോട്ടവിള കൃഷിയാണ്. ലോകത്തിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവ. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന മറ്റൊരു തോട്ടവിളയാണ് കൊക്കോ. കൃഷി ചെയ്യുന്ന മറ്റു പ്രധാന വിളകളാണ് എണ്ണപ്പന, തെങ്ങ്, കരിമ്പ്, തേയില, കാപ്പി, വാഴ, കൈതച്ചക്ക എന്നിവ. അപ്പോൾ പ്രധാന വിളകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കി വെക്കുക. കാലാവസ്ഥാ മേഖലയിലെ കഠിന പ്രയത്നത്തിലൂടെയും വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് മലേഷ്യയും സിംഗപ്പൂരും കിഴക്കൻ ബ്രസീലും. ഇവിടെ പ്രധാന നഗരങ്ങളുടെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസ്. ആമസോൺ തടത്തിൽ ആളുകൾ താമസിക്കുന്നത് മലോക്ക എന്ന പ്രത്യേകതരം വീടുകളിലാണ്. ഈ വീടുകൾ കുത്തനെ ചരിഞ്ഞ മേൽക്കൂരയോട് കൂടിയവയാണ്. ഓലമേഞ്ഞ മേൽക്കൂരയുള്ള വീടുകളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. മലേഷ്യയിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെ കമ്പോങ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് തടികൾ കൊണ്ടാണ്. മരം, മുള, ഇലകൾ എന്നിവ പാർപ്പിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിനാൽ വീടിനുള്ളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടുന്നില്ല.
അപ്പോൾ ആമസോൺ തടത്തിലെ വീടുകൾ മലോഖ എന്നും അതുപോലെ തന്നെ മലേഷ്യയിലെ ഗ്രാമങ്ങൾ കമ്പോങ്സ് എന്നും ആണ് അറിയപ്പെടുന്നത്. വനസമ്പത്ത് കൊണ്ടും അനേകം നദികളാലും ജലലഭ്യതയാലും പ്രകൃതി സൗന്ദര്യത്താലും ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല ഏറെ അനുഗ്രഹീതമാണെങ്കിലും പല വിധത്തിലുള്ള ധാരാളം വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥ സസ്യങ്ങളുടെ വളർച്ചയെ ഏറെ പിന്തുണയ്ക്കുന്നുവെന്നത് നമുക്കറിയാം. എന്നാൽ ഈ കാലാവസ്ഥ കീടങ്ങളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്കും വ്യാപനത്തിനും കൂടി കാരണമാകുന്നു. അണുക്കളും ബാക്ടീരിയകളും ഈർപ്പമുള്ള വായുവിലൂടെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത് ഈ മേഖലയിൽ വൻതോതിലുള്ള രോഗവ്യാപനത്തിന് കാരണമാകുന്നു. കീടങ്ങളുടെ വ്യാപനം വിളകളെയും ഏറെ ഹാനികരമായി ബാധിക്കാറുണ്ട്. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം, സ്ലീപ്പിംഗ് സിക്നസ്. ഈ രോഗം പകരുന്നത് സെസെ ഈച്ചകളിലൂടെയാണ്. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കൊതുക് പരത്തുന്ന മറ്റൊരു മാരക രോഗമാണ് യെല്ലോ ഫീവർ. ആധുനിക നഗരങ്ങൾ ഒഴിച്ചാൽ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ല. ഈ പ്രദേശത്തിന്റെ ഭൗതിക വികസനത്തിന് ഇവിടങ്ങളിലെ നിബിഡ വനങ്ങൾ തടസ്സമാകുന്നു. ഇടതൂർന്ന വനങ്ങൾക്കുള്ളിലൂടെയും ചതുപ്പു നിലങ്ങൾക്ക് മുകളിലൂടെയും റോഡുകളും റെയിൽപാതകളും നിർമ്മിക്കുക എന്നതും പരിപാലിക്കുക എന്നതും ഏറെ ശ്രമകരവും ചെലവേറിയതുമാണ്. ഇത്തരം വനമേഖലകളിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയാലുടൻ ലാലങ് പോലുള്ള ഉയരമേറിയ പുല്ലുകളും നിബിഡമായ അടിക്കാടുകളും വളരുന്നു. ഇത് പലപ്പോഴും കൃഷിയെയും സാരമായി ബാധിക്കാറുണ്ട്. വന്യമൃഗങ്ങളും രോഗം പരത്തുന്ന പ്രാണികളും വിഷജന്തുക്കളും ഇത്തരം വനമേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവന് ഏറെ വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. ആമസോൺ തടത്തിലെ വിദൂര പ്രദേശങ്ങളിലും കോങ്കോ തടം, ബോർണിയോ എന്നിവിടങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും ഇന്നും ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ല. നദികളാണ് പ്രകൃതിദത്ത ഹൈവേകൾ. ലാലങ് എന്ന് പറയുന്ന ഉയരമേറിയ പുല്ലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭൂമധ്യരേഖാ കാലാവസ്ഥാ പ്രദേശങ്ങൾ വൃക്ഷനിബിഡമാണെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ അവയെ ചൂഷണം ചെയ്യുക എന്നത് ഏറെ ദുഷ്കരമാണ്. മരങ്ങളുടെ അതിബാഹുല്യം, ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് തടികൾ നീക്കിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എന്നിവ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മരം വെട്ടിന് തടസ്സം സൃഷ്ടിക്കുന്നു. തടികളുടെ ഭാരക്കൂടുതൽ മൂലം പലപ്പോഴും ഇവയെ നദികളിലൂടെ ഒഴുക്കിക്കൊണ്ടുപോകാനും സാധിക്കാറില്ല. മേച്ചിൽ സ്ഥലങ്ങളുടെ അഭാവം, പ്രാണികളുടെ ആക്രമണം എന്നിവ മൂലം ഭൂരിഭാഗം പ്രദേശങ്ങളിലും കന്നുകാലി വളർത്തൽ ഒരു പ്രധാന ഉപജീവനമാർഗമായി വളർന്നു വന്നിട്ടില്ല. ലോക കാലാവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിൽ ഭൂമധ്യരേഖാ മഴക്കാടുകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ലോകത്തിലെ ആകെ വനഭൂമിയുടെ ഏതാണ്ട് 1/3 വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് ആമസോൺ തടം, കോങ്കോ തടം, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ 3 മേഖലകളിലായിട്ടാണ്. ലോക കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഭൂമധ്യരേഖ മഴക്കാടുകൾ ഇന്ന് പല രീതിയിൽ വനനശീകരണ ഭീഷണി നേരിടുന്നു. ആമസോൺ വനങ്ങളിലെ കാട്ടുതീ. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ആമസോൺ തടത്തിൽ നിയന്ത്രണത്തിനതീതമായിട്ടുള്ള കാട്ടുതീയൊക്കെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമസോൺ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത്. വളരെ കൃത്യമായിട്ടുള്ളൊരു വാക്ക് അല്ലേ. ഇത്തരത്തിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗം തന്നെയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥ എന്ന് പറയുന്നത്. കൃഷി, നിർമ്മാണ പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, ഖനനം എന്നിങ്ങനെ നിരവധിയായുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ ഈ മഴക്കാടുകളെ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്യുന്നു. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകൾ. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്ന നിബിഡ വനങ്ങളാണ്. പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. എങ്കിലും ഇവിടെ ജനവാസം ഏറെ ദുഷ്കരമാണ്. അപ്പോൾ ഇതുവരെ ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ ലോങ് വീഡിയോ ആണിത്. അത്രയും നല്ല രീതിയിൽ ഈ പാഠഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പാർട്ട് 2-ൽ നമുക്ക് ടൻഡ്ര മേഖലയുടെ സവിശേഷതകൾ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.